എൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിലൊരാൾ ഞാനാണെന്നാണ് വിശ്വസിക്കുന്നത്. സ്വന്തം അച്ഛൻ്റെ കയ്യിലേക്കല്ലേ വീണത്. മരിക്കുന്നവരെ ഞാൻ ആ കൈ പിടിച്ച് നടന്നതും. അതുകൊണ്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അച്ഛനോടൊപ്പം. ഞങ്ങളൊന്നും അങ്ങനെ വലിയ രഹസ്യങ്ങളൊന്നുമില്ലായിരുന്നു. അച്ഛൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുമായിരുന്നു. അതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. കുട്ടേട്ടൻ ജനിച്ചത് ഇവിടെയല്ല അല്ലേ, കൊല്ലംപൂരിലാണ്. അതെ, മലേഷ്യ. അച്ഛനാണ് പ്രസവം എടുത്തെന്നൊരു കഥയുണ്ട്, അങ്ങനെയുണ്ടോ? അതൊന്ന് പറഞ്ഞു തുടങ്ങാം. ശരിക്കല്ല, അതാണ് കഥ. അല്ല, ഞാൻ അച്ഛൻ മലേഷ്യയിൽ നിന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പോന്നു. ഇവിടെ വന്ന് അമ്മയെ കല്യാണം കഴിച്ച ശേഷം ഇവിടെ ഇപ്പോൾ അന്ന് സ്റ്റേറ്റ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് കുമ്പളത്തിയും പിള്ളേരുടെ നേതൃത്വത്തിൽ അവിടെയൊക്കെയാണ് കുറേ വർക്ക് ചെയ്തിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞു. വീണ്ടും മൂഷികസ്ത്രീ എന്ന് പറഞ്ഞാൽ വീണ്ടും ജോലിയില്ലാത്തൊരവസ്ഥ വന്ന് തിരിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ സിസ്റ്ററിന് 1 വയസ്സ് പിറന്നാളായത് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിലാണ്. അവിടെ ഞാൻ ജനിച്ചൊരു 6 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചും പോകും. അവിടെ ഞാൻ പ്രസവത്തിന് കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ചീനന്മാരോ ജപ്പാൻകാരൊക്കെ ആണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ട്. അമ്മ നമ്മുടെ നാട്ടിൻപുറത്തുകാരിയാണ്. അമ്മ എനിക്ക് വലിയ പാടാണ്. അതുകൊണ്ട് പിന്നെ അച്ഛൻ പിന്നെ എല്ലാം എങ്ങനെയാണ്, നിങ്ങളാണ് കുഴപ്പമില്ല. അച്ഛൻ പിന്നെ എന്താ ആയിക്കോട്ടെ, അങ്ങനെയാണെന്ന് അച്ഛന് ഇതറിയാം. കുറച്ചൊക്കെ ഈ മെറ്റീരിയൽ പഠിച്ച് പാസ്സായിട്ടുണ്ട്. അന്ന് അത് പാസ്സായാലും അവിടെ ഡ്രസ്സർ പരീക്ഷ ഉണ്ട്. ഈ ഡ്രസ്സർ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം മെഡിസിനൊക്കെ കൊടുക്കാം, ചെറിയ ഈ മുറിവൊക്കെ ഇത് ചെയ്യാം. അപ്പം അങ്ങനെയാണ് റബ്ബർ എസ്റ്റേറ്റ് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയാണ് റബ്ബർ എസ്റ്റേറ്റിൻ്റെ സൂപ്രണ്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് നല്ല ജോലിയായിരുന്നു ആ കാലത്തൊക്കെ. അത് ഈ പരീക്ഷ പാസ്സായതുകൊണ്ടാണ്. അത്യാവശ്യം ഇതൊക്കെ അറിയാവുന്നല്ല, ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഈ കടും കൈക്ക് തയ്യാറായി. അങ്ങനെ രാത്രി 11:30 മണിയായപ്പം ജനുവരി 12 1950 ജനുവരി 12 ഞാനിങ്ങനെ തലകുത്തി അച്ഛൻ്റെ കൈകളിലേക്കാണ് വീണത്. പിന്നെ ആ കൈ പിടിച്ചാണ് നടന്നത്. ഇതൊരു വലിയ ഭാഗ്യമല്ലേ. പിറ്റേ ദിവസം അവിടുത്തെ സായിപ്പ് അച്ഛനെ വലിയ കാര്യമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം നന്നായി ബുക്ക് വായിക്കുമായിരുന്നു. അച്ഛന് ബുക്സ് വായിക്കുന്നത് ഭയങ്കര കമ്പനിയായിരുന്നു ഇതുണ്ട്. പിറ്റേ ദിവസം പുള്ളി വന്നപ്പം എന്നെ കണ്ടു. പുള്ളി അച്ഛനെ ഒരുപാട് ചീത്ത വന്നു. നീ ഇങ്ങനെ ചെയ്തതായതെന്നൊക്കെ ചോദിച്ചിട്ട് അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഈ ഡോക്ടേഴ്സ് പോലും അങ്ങനെ ചെയ്യാറില്ല. സ്വന്തം കാര്യം വരുമ്പോഴേ അതൊരു വലിയ ഭാഗ്യമായിട്ട്, എൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിലൊരാൾ ഞാനാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ അച്ഛനോടൊപ്പം ഈ പറഞ്ഞ മാതിരി കുട്ടിക്കാലത്ത് തന്നെ നാടക റിഹേഴ്സലൊക്കെ ഇവിടെ തന്നെയല്ലേ. പണ്ടിതൊരു കൊച്ചു വീടായിരുന്നു. ഇവിടെ ചായ്പുണ്ട്, ചെറിയ ചായ്പ്, കഷ്ടിച്ചൊരു 8-9 അടി വീതിയുള്ള, അതിനകത്തായിരുന്നു റിഹേഴ്സൽ. പിന്നെ ഇവിടെ വീട് വെച്ച് ഇവിടെ തന്നെ റിഹേഴ്സൽ പുറകിലൊക്കെ ആയി. ഞാൻ കണ്ടു വളർന്നത് നാടകാഭിനയവും ഈ പറഞ്ഞ അച്ഛൻ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നതും അതുകൊണ്ടൊക്കെ ആയിരിക്കാം. കരിയറിനെ കുറിച്ചും പഠിത്തത്തെക്കുറിച്ചും ഒന്നും ആലോചിച്ചില്ല, ഒട്ടും താല്പര്യമില്ല പഠിക്കാനൊന്നും. പിന്നെ ഈ അച്ഛൻ എന്നോട് കഥകൾ പറയുന്നത്, ഇപ്പം നാടകത്തിനെ പറ്റി, ഷേക്സ്പിയർ നാടകങ്ങളെ പറ്റിയൊക്കെ പറയുന്നതും ആ കഥാപാത്രങ്ങളെ പറ്റി അവർക്ക് വിഷ്വൽ സഹിതമാണ് പറയുന്നത്, ആ ക്യാരക്ടേഴ്സിനെ പറ്റി. അപ്പം അച്ഛൻ നാടകത്തിൽ റിഹേഴ്സൽ നമ്മളെ ക്യാരക്ടറാക്കുന്നത് അങ്ങനെയാണ്. ഈ സാധാരണ എല്ലാവരും പറയും പോർഷൻ എഴുതി കൊടുത്ത് പഠിക്കാൻ പറയുമല്ലോ. അച്ഛൻ പഠിക്കണ്ട, ആരും പഠിക്കണ്ട, കഥാപാത്രം എന്താണെന്ന് പറയും. എന്നിട്ട് അയാൾ എവിടെ ജനിച്ചു, എവിടെ വളർന്നു, ആ കഥാപാത്രം എന്താണ് എന്നുള്ള ആ കഥാപാത്രം എന്താണുള്ള ബോധം നമ്മുടെ നടന്മാരെ സൃഷ്ടിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ പലരും അച്ഛൻ പറയുന്നു, പലരും അങ്ങനെ ഒന്നും ആകാൻ പറ്റുന്നില്ല, പിന്നെ ആയിത്തീരുന്നു, അവരങ്ങനെ ആയിത്തീരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. ആദ്യത്തെ നാടകത്തിൽ അഭിനയിക്കുന്നത് അതെനിക്കൊരു 5-6 വയസ്സുള്ളപ്പോൾ പോർട്ടർ കുഞ്ഞാലി എന്ന് പറഞ്ഞ നാടകം, അതാണ് ആദ്യം ഞാൻ അഭിനയിക്കുന്ന നാടകം. അതും അന്ന് BP നായർ, ഉർവശിയുടെ അച്ഛൻ, അദ്ദേഹമായിരുന്നു എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു, BP ചേട്ടൻ. പിന്നെ ജോസ് പ്രകാശ് ചേട്ടൻ ഇവിടെ അഭിനയിച്ചിരുന്നു, അത് ആത്മബലി. അത് എനിക്ക് 10-12 വയസ്സുള്ളപ്പോൾ. പോർട്ടർ കുഞ്ഞാലി കുറച്ചൊക്കെ ഓടി. പിന്നെ ഈ ആത്മബലിയാണ് അന്ന് അത്യാവശ്യം ഓടിയത്. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വല്ല പകരത്തിന് ആൾക്കാരൊക്കെ പിന്നെ അസുഖമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നാടകമല്ലേ, മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പകരം കയറി അഭിനയിക്കും. പകരക്കാരനായിട്ട് കുറേ അതൊക്കെ അന്ന് ഞാനൊരു 10-18 വയസ്സുള്ളപ്പം അത് കാവാലിക നാടകം ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് ഞാൻ SN കോളേജിൽ ചേർത്തലയാണ് പഠിക്കുന്നത്, പ്രീ ഡിഗ്രിക്ക്. അപ്പോൾ ഞാൻ
ഒരു ശനിയാഴ്ച ഇവിടെ വന്നു. അച്ഛൻ പറഞ്ഞു വാ നമുക്ക് തിരുവനന്തപുരത്ത് നാടകം 2 ദിവസം ഫ്രീ അല്ലേ. ഞാനും വണ്ടിയൊക്കെ കയറി. കോട്ടയത്ത് ചെല്ലുമ്പോഴേ അറിയുന്നത് അതിനകത്ത് പ്രധാന ഒരു കഥാപാത്രം അഭിനയിക്കുന്ന ആൾ വന്നിട്ടില്ല. പുള്ളിക്ക് പനി, മരടി ജോസഫ് എന്ന് പറഞ്ഞ ആൾ. അന്ന് ആ പുള്ളി അഭിനയിക്കുന്ന കഥാപാത്രം ഒരു 10-65 വയസ്സുള്ള ഒരു കുന്നംകുളം ഇട്ടൂപ്പ് എന്ന് പറയുന്ന ഒരു കല്യാണ ബ്രോക്കർ. കുന്നംകുളം ഭാഷയാണ്, പ്രായം 10-65 വേണം, പിന്നെ ഈ ഭാഷയും പ്രായം. അപ്പോൾ പുള്ളിയില്ല. അപ്പോൾ എല്ലാവരും വല്ല പാനിക്ക് ചെയ്യും. എന്ത് ചെയ്യും? നാടകം ട്രിവാൻഡ്രത്ത് വൈകുന്നേരം നാടകമുണ്ട്. അച്ഛൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അന്ന് ഈ മൊബൈലില്ല. ആരോ നമ്മൾ ഒരു ഹോട്ടലിൻ്റെ വാതിൽ നമ്മൾ നിൽക്കുന്നത്, അവിടുത്തെ ഫോൺ വന്നു ഇങ്ങനെ വരില്ല. അച്ഛൻ വാ പോവാം. സാറേ ആരാ? നാടകത്തിൽ ഈ മ്യൂസിക്കിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഗിറ്റാർ വായിക്കുന്നത്, അവരൊക്കെ അഭിനയിക്കുന്നുണ്ട് ചെറിയ ചെറിയ വേഷങ്ങൾ. കുറച്ച് വണ്ടി അങ്ങ് വിട്ടെങ്കിൽ വെച്ചാൽ എടാ നീ ആ റോൾ അഭിനയിക്കണം കേട്ടോ. ഞാൻ അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ ഈ കാവാലിൻ്റെ ഷോ ഈ റിഹേഴ്സൽ നടക്കുമ്പം ഞാനിവിടെ ഇല്ല. മറ്റേ റിഹേഴ്സൽ എനിക്ക് കണ്ട് പരിചയമുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് ആ റിഹേഴ്സലും കണ്ടിട്ടില്ല. നാടകം 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ആരെയും നാടകം കളിക്കണ്ടേ. ഞാൻ പറഞ്ഞു ഞാൻ അല്ലല്ല അഭിനയിക്കാൻ പറ്റും. ഇത് പറഞ്ഞിട്ട് അച്ഛനും കിടക്കും. അവിടെ ഒരു അച്ഛന് ബെഡുണ്ട് വണ്ടിയിൽ, കിടപ്പാ, ഇരിപ്പല്ല. അച്ഛൻ ഇപ്പം പഠിക്കുന്നത് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ് നിനക്ക് പറ്റുവാടാ അതൊക്കെ. അങ്ങ് കിടന്നു. പിന്നെ ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞ് പറയുന്നു. കുന്നംകുളം ഭാഷ, പ്രായം, അങ്ങനെ അവസാനം VJT ഹാളിൽ നാടകം. ആ നാടകം കളിച്ചപ്പോൾ സംഭവം ഉണ്ടായി. അതായത് ആ നാടകത്തിൽ ഈ കുന്നംകുളം ഇട്ടപ്പിൻ്റെ ഡയലോഗുണ്ട്. ഇയാൾക്ക് മന്ദപനിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയം കൊണ്ട് എന്നെ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. അങ്ങനെ സെക്കൻഡ് സീൻ തുടങ്ങുമ്പോൾ കർട്ടൻ പൊങ്ങിയാൽ ഈ ഇട്ടൂപ്പാണ്. ഫസ്റ്റ് സീൻ ഗംഭീരമായിട്ട് ആൾക്കാർ കൈയടിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കർട്ടൻ പൊങ്ങി കഴിയുമ്പോൾ ഇയാൾക്ക് മന്ദപനിയായിട്ടിരിക്കുക. കല്യാണ ബ്രോക്കറായിട്ട് വീട്ടിൽ വന്നതാണ്. അപ്പം അവ എടാ ഇത്താക്കേ അവിടുത്തെ വേലക്കാരനെ വിളിക്കും, ഒന്നിട്ട് വാടാ എന്നിട്ട് ഒരു കാപ്പി വേണേക്ക്. അപ്പോൾ അവൻ വന്നിട്ട് ഇപ്പം ഇതിൻ്റെ ഈ മന്ദുണ്ട്. ഇയാളിത് മന്ത് മറയ്ക്കുന്ന സ്വാരം കാണിക്കല്ലേ. അങ്ങനെ ഇവർ തമ്മിൽ നീ പോടാ ചവി എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ ഇത് മന്ദല്ലേ, പോടാ ചവി, ഇത് മന്തൊന്നുമില്ല, ഇത് വെറും തലനീരാ എന്ന് പറഞ്ഞത്. ഇട്ടൂപ്പിയുടെ എൻ്റെ അമ്മായിയമ്മയുടെ കാല് കണ്ടിട്ടുണ്ടോ? നിൻ്റെ അമ്മായിയമ്മയുടെ കാല് ഞാനെങ്ങനെ കാണണേ എന്നാണ് ഡയലോഗ്. വയ്ക്കുക. ഇതാണ് ഇട്ടൂപ്പിയുടെ എൻ്റെ അമ്മായിയമ്മയുടെ കാല് കണ്ടിട്ടുണ്ടോ? നിൻ്റെ അമ്മായിയമ്മയുടെ കാല് ഞാനെങ്ങനെ കാണുക? ഈ എൻ്റെ പരിഭ്രമം തുടങ്ങിയുള്ളൂ. നിൻ്റെ ഈ കാലെന്നുള്ള വാക്ക് കിട്ടും. നിൻ്റെ അമ്മായിയമ്മയുടെ ഞാനെങ്ങനെ കാണണം. പക്ഷേ ഓഡിയൻസിൽ നിന്നൊരു ചിരി ഉയർന്നിട്ട് ഭയങ്കര ചിരി. എനിക്ക് സംഭവം മനസ്സിലാകുന്നില്ല. ഞാൻ സ്ലിപ്പ് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റായി. എനിക്ക് അന്നത്തെ പേടിയൊക്കെ ഏറ്റവും സംഗതി ആയിട്ടില്ല. അപ്പോൾ സൈഡിൽ നിന്ന് ചിറ്റയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചിറ്റയൊക്കെ ഈ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി അവരൊക്കെ ചിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ പിന്നെ എനിക്ക് പ്രശ്നമില്ല. കൊള്ളാം. ഞാൻ പിന്നെ ഈ സൈക്കിളൊക്കെ കയറുന്നവരെ കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് പിന്നെ പുറത്തോടെ വരുമ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ നീ പറഞ്ഞു. അന്നത്തെ കാലത്ത് അച്ഛൻ്റെ നാടകങ്ങൾ അശ്ലീലം ഉണ്ടെന്നുള്ള ഒരു പദപ്രയോഗമൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നുള്ള അങ്ങനെ തന്നെ എഴുതിയത് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എന്താണെങ്കിലും അതാണ് എന്നെ ആ നാടകം കഴിഞ്ഞ ഒന്ന് പലരും പറഞ്ഞു ഗംഭീരമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല അതൊരു വലിയ അനുഭവമാണ്. അപ്പം അന്നിങ്ങനെ പ്രായമായ കഥാപാത്രം അഭിനയിക്കാൻ അന്നും എനിക്ക് താല്പര്യമുണ്ട്. എന്നിൽ നിന്ന് വിട്ട് പ്രായം എന്നല്ല ഞാൻ പറയാം, എന്നിൽ നിന്നേ ഞാനെന്നുള്ള വ്യക്തിയിൽ നിന്ന് മാറി വേറൊരു കഥാപാത്രം അഭിനയിക്കുന്നത് എനിക്കിഷ്ടം. അപ്പോൾ സിനിമയിലിപ്പം അങ്ങനത്തെ കഥാപാത്രം ചെയ്യുമ്പോൾ രസം. അഭിനയിക്കുമ്പം ഈ ചിറ്റ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത് എന്ന് പറഞ്ഞു. എന്താ ഈ ചിറ്റയുടെ ഫോട്ടോ എഴുതാൻ ചിറ്റ അത്ഭുതം എന്ന് വെച്ചാൽ ഇത്രയും കഷ്ടിച്ച് ഇത്രേ പൊക്കമുള്ളൂ. ഇതിൻ്റെ പകുതി പോലും വണ്ണയില്ല. ഒരു ചിറ്റയുടെ വെയിറ്റ് 35-40 കിലോയ്ക്ക് അപ്പം പോയിട്ടില്ല. അത്രേ ഉള്ള ആൾ. പക്ഷെ അവർ സ്റ്റേജിൽ വന്നാൽ അവരുടെ സ്റ്റേജ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത്ഭുതമാണ്. എത്ര വലിയ ആചാരബാഹു നിന്നാൽ പോലും ചിറ്റയെ ശ്രദ്ധിക്കുകയുള്ളൂ. അവരുടെ ഒരു കരിസ്മയാണല്ലോ അവരുടെ. അത് അസാമാന്യ മാത്രമല്ല, ചിറ്റ നമുക്ക് ഈ ഓമന എന്ന് പറഞ്ഞ ആളായിട്ട് തോന്നുകയില്ല, ആ കഥാപാത്രമായിട്ട് തോന്നുള്ളൂ.
അതവർക്കത് അത്ഭുതമായിട്ട് അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങളൊരു കണക്ക് ചെമ്പരാൻ എന്ന നാടകത്തിന് അത് നടുവ് പുറകോട്ട് വളഞ്ഞ് വല്യമ്മ കഥാപാത്രം ചിത്രത്തിൽ അങ്ങനെ ആയത്. ഒരു വല്യമ്മ കഥാപാത്രമേ ഉള്ളൂ. അപ്പോൾ ചീറ്റത് നടുവ് പുറകോട്ട് ഇങ്ങനെ ചിലവര എന്നാൽ അതൊരു ഗോഷ്ഠിയായിട്ടില്ല, അങ്ങനെ തന്നെയാണ് തോന്നുന്നു നമുക്ക്. അത് ഇതിനു വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. ഞാൻ ചിറ്റ ഈ ഇങ്ങനെ രംഗത്തേക്ക് വരും, ഡയലോഗ് പറഞ്ഞു, പിന്നെ അവസാനം ഇടയ്ക്ക് അകത്തോട്ട് പോയി ചിറ്റ അകത്ത് പോയൊരു കസേര ഇട്ടിട്ട് ആ കസേര ഇരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ചിറ്റ ഈ 3 മണിക്കൂറും അങ്ങനെ തന്നെ. ഈ നാടകം തീരുന്നവരെ ചിറ്റ അങ്ങനെ ആയിരിക്കും. രംഗത്ത് കയറാത്തപ്പോഴും അത് മെയിൻ ഒരു ലോക്കാണ് ബാക്കിൽ. അത് അങ്ങനെ ചിറ്റ പല ക്യാരക്ടേഴ്സും. ഇപ്പോൾ ഒരു കാപാലിക എന്ന് പറഞ്ഞൊരു അച്ഛന് പ്രസിദ്ധമായ നാടകമുണ്ട്. അതിനകത്ത് കടയ്ക്കാവൂരത്ത എന്നൊരു ക്യാരക്ടർ. അതൊക്കെ അവരുടെ നടപ്പും ഒരു കടയ്ക്കാവൂരുകാരിയാണ്. വർഷങ്ങളായിട്ട് ബോംബെ പോയി വ്യഭിചാരമൊക്കെ ആയിരുന്നു. പിന്നെ പ്രായമായി കഴിഞ്ഞപ്പോൾ ആ വ്യഭിചാരം നടക്കുന്ന അവിടെ പുള്ളി കണക്കെഴുത്തൊക്കെ ആയിട്ട് അവിടെ കൂടിയിരിക്കുക. അതാണ് ക്യാരക്ടർ. അപ്പം അച്ഛൻ ചിറ്റോട് പറഞ്ഞു, ഇത് എന്തെങ്കിലും മാൻഡ്രസം ഉണ്ടെങ്കിൽ കൊള്ളാം. അപ്പോൾ ചിറ്റ എന്താ നോക്കിയിട്ട് എന്താ അത് പുള്ളി ഹിന്ദിയാണ്. ആരെന്ത് പറഞ്ഞു അച്ഛാ. അങ്ങനെ ഈ മലയാളികളുടെ സ്വഭാവമുണ്ടല്ലോ, അവിടെ പോയി കഴിയുമ്പം ഹിന്ദി കൂട്ടിയായി പറയുന്നത്. ഞാൻ കടയ്ക്കാവൂരിൽ നിന്ന് പോകുന്ന 30 സാൽ 30 വർഷമാച്ച് വാപ്പസ് പോയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് അച്ഛൻ പറഞ്ഞു അത് ഈ ഇവരുടെ പ്രൊഫഷൻ മറ്റേ ഇതാണ്, വ്യഭിചാരമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഈ അസുഖങ്ങൾ വരാം, ഈ സിഫിലിസ് പോലുള്ള അസുഖങ്ങളൊക്കെ അന്ന് വരാം. അതിൻ്റെയൊക്കെ ഒരു ട്രീറ്റ് ചെയ്ത് ഞാൻ ചിലപ്പോൾ സെക്കൻഡറി സ്റ്റേജ് 3rd സ്റ്റേജൊക്കെ ആയിക്കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നെർവസ് സിസ്റ്റത്തെ ബാധിക്കാം. അങ്ങനെ ചിലപ്പോൾ ചെറിയ വിറയലോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് സൗകര്യമുള്ള പോലെ അത് ചിറ്റ കേട്ടിട്ട് ചിറ്റ ഒരു കുണുക്കം ഉണ്ടായിരുന്നിട്ട് മൊത്തം ബോഡിയിലൊരു ഇത് സംഭവം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അത് നമുക്ക് ആർക്കും അതുപോലെ അനുകരിക്കാൻ പറ്റില്ല, ആ ചിറ്റയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. അങ്ങനെ ചില കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ ചിറ്റ പോലെ വേറെ കണ്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കെപ്പോഴും ഒരു മറ്റ് കഥാപാത്രം ചെയ്യുമ്പോഴേ ഒരാളെങ്ങനെ അങ്ങനെ മാറുന്നതെന്നുള്ള ആ ടെക്നിക്ക് അത് ചിറ്റയുടെ ഓരോ രീതിയാണ്. അത് നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. കുട്ടിയുടെ അച്ഛനെ കുറിച്ച് പറയുമ്പോഴേ അച്ഛനായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. പ്രേമലേഖനം വന്നപ്പോൾ അച്ഛനാണ് അങ്ങനെ അച്ഛനെല്ലാം ഈ തമാശയായിട്ടല്ല ഈ തീ കൊണ്ട് പൊള്ളും എന്നല്ല, തൊട്ട് നോക്ക് നീ അങ്ങനെ പൊള്ളിച്ചാണ് എന്നെ ജീവിതം പഠിപ്പിച്ചത്. അതാണ് കാര്യം.